ചങ്ങായിമാർ ഇനി മുതൽ വന്ദേ മാതരം പൂർണ്ണമായും നിർബന്ധമായും എല്ലാവരും പാടണമെന്ന് നമ്മൾ കേന്ദ്ര സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ടല്ലോ. അതുമായി ഇന്നലെ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സംഗീതയുടെ എല്ലാമായ ഷീത് പണിക്കറിലെ കുറച്ച് പൊട്ട ഡയലോഗ് അടിച്ച് പണിക്കർ അടിച്ച ആ പൊട്ട ഡയലോഗിനും പച്ചക്കളത്തിനും ISM നേതാവ് മുഹമ്മദ് ആമീർ നല്ല മറുപടി, ചുട്ട മറുപടി തന്നെ നമ്മൾ പണിക്കർക്ക് കൊടുത്ത്. നമുക്ക് എന്തായാലും ആ ചാനൽ ചർച്ചയിൽ ഷീത് പണിക്കർ പറഞ്ഞ പച്ചക്കള ആദ്യം കേൾക്കാം, അതിനുശേഷം മുഹമ്മദ് ആമീർ കൊടുത്ത മനോഹരമായ മറുപടിയും കേൾക്കാം. അല്ല നോക്കൂ, ഇതിൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1882 പുറത്തു വന്നിരിക്കുന്ന ഒരു ഗാനം, അത് ഏത് സമയത്താണ് അതിൽ ഈ രണ്ട് സ്റ്റാൻസേരെ ട്രങ്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്? 55 വർഷം അത് പാടിയതിനു ശേഷമാണ്. അതാരെ പാടിയത്? നമ്മുടെ നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന രണ്ടേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ നിരോധനത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന രണ്ടേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ബ്രിട്ടീഷുകാരും മറ്റേത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമാണ്. ഈ രണ്ട് ആൾക്കാരല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഊർജ്ജ പകർന്ന ഗാനമാണ് വന്ദേ മാതരം. അതിന്റെ പൂർണ്ണമായ സ്റ്റാൻസയാണ് 1937 വരെ 55 വർഷം പാടിയത്. നമ്മുടെ രാജ്യത്തിനെ അമ്മയായിട്ട് ദേവതയായിട്ട് ചിത്രീകരിക്കുന്നത് വഴി രാജ്യത്തിനോടുള്ള സ്നേഹം, പോരാട്ട വീര്യം, ഈ ഗുണങ്ങളെയൊക്കെ തന്നെയാണ് ഈ ഗാനം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ വന്ദേ മാതരം എന്നതിനെ ഒരു വാർ ക്രൈ പോലെ ഉപയോഗിക്കുകയാണ്, ഒരു സ്ലോഗനായിട്ട് അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേവലം പ്രകൃതി വർണ്ണന അല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യത്തെ രണ്ട് സ്റ്റാൻസിൽ പ്രകൃതി വർണ്ണന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ രണ്ട് സ്റ്റാൻസായിട്ട് വെട്ടിച്ചുരുക്കുക വഴി അതിന്റെ ആത്മാവിനെ ഒഴിവാക്കി. കാരണം സത്യത്തിൽ നമ്മൾ ഇതിനെ സ്ലോഗനായിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന ചില മൂല്യങ്ങളുണ്ട്. പോരാട്ട വീര്യം, ധർമ്മം, നേരത്തെ മുസ്ലിം സുഹൃത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യ, വിവേകം, ശക്തി, സുരക്ഷ, അഭിവൃദ്ധി, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന സ്റ്റാൻസുകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. മഹാത്മാഗാന്ധി ഈ ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ ഗാനം മുറിക്കാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഗുവാഹത്തിയിൽ വെച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വന്ദേ മാതരം എല്ലാവരും പൂർണ്ണ രൂപത്തിൽ പാടണമെന്നാണ്. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഈ ഗാനം എന്നാണ് പറഞ്ഞത്. ഇനി ഈ ചാണകപ്പണിക്കർ ഭയങ്കരമായ ആധികാരികതയോടുകൂടി പച്ചക്കള അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി ഇത് മുഴുവനായി പാടുന്നത് എവിടെയും പറഞ്ഞില്ല പണിക്കറെ. ഇതിൽ ആദ്യത്തെ രണ്ട് ചരണങ്ങൾ എല്ലാവരും പാടുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഇത് മുഴുവനായി പാടുന്നത് എവിടെയും ഗാന്ധി പറഞ്ഞില്ല. ആ രണ്ട് ചരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതും. പിന്നെ ഗാന്ധിജി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ഗാനമില്ല രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം ഈ ഗാനം പാടേണ്ടതെന്നും. എന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഗാന്ധിജിന്റെ പേരിൽ പച്ചക്കള്ളം പറയാൻ നാണവും മാനും ഉളുപ്പില്ല പണിക്കറെ. ഇനി നമുക്ക് ISM നേതാവ് മുഹമ്മദ് ആമീർ ഈ ചാണക പണിക്കരെ പൊളിച്ചടക്കുന്ന വീഡിയോ കണ്ടിട്ട് വന്നാലോ? ഇപ്പോൾ മുഹമ്മദ് ആമീർ കൂടി ചേരുകയാണ്. ISM ശ്രീ മുഹമ്മദ് ആമീർ, ISM ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും നിലപാട് ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് വന്ദേ മാതരം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന്. എന്താണ് അങ്ങനെ ഒരു നിലപാടിന് കാരണം? സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശഭക്തി അലയടിക്കുന്ന ഒരു സമയത്ത് ഒരു ദേശഭക്തി ഗാനമായി തന്നെ ഉപയോഗിച്ചിരുന്നതാണല്ലോ വന്ദേ മാതരം. അല്ല, അതിപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആനന്ദമഠം എന്നുള്ള നോവലിൽ നിന്ന് ആ നോവലിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ആ നോവൽ ശരിക്കും സന്യാസ റിബല്യൻ ഉണ്ടായി വരുന്നതാണ്. അത് മുസ്ലിം ലാൻഡ് ലോഡ്സിനെതിരെ എന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ എന്നുള്ള രൂപത്തിലെല്ലാം ഒരു ഹിന്ദു നാഷൻ ഫുഡിനെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതത്തെ ഒരു അമ്മയായി, ഒരു ദൈവമായി കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, റിബല്യന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നരേഷനാണ് ആനന്ദമഠത്തിലുള്ളത്. ആ ആനന്ദമഠത്തിൽ ആ ഭൂമിദേവയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ട്, ആ ഒരു 6 ചരണങ്ങളുള്ള 6 സ്റ്റാൻസുകളുള്ള ആ പാട്ട്, അത് പിന്നീട് കോൺഗ്രസിന്റെ വേദികളിലേക്ക് ഒരു ഇന്ത്യന്റെ ഒരു ഔദ്യോഗിക ഗാനമായിട്ട് ഒരു ദേശഭക്തി എന്നുള്ള രൂപത്തിലെ ഗാനമായിട്ട് എടുക്കുമ്പോഴും അവിടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ നിലപാട് കൊണ്ട് മാറ്റി എന്ന് പറയുന്നതാണ് ശരി. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ്. ഇന്ത്യയിലെ മുഴുവൻ മതസ്ഥരെയും ഒരേപോലെ പരിഗണിച്ചും അംഗീകരിച്ചുകൊണ്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ഒരു അപരവൽക്കരണം അത് ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഒരു പൊതു ഇടങ്ങളിൽ മതേതരത്വം ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സെക്യുലറിസം, അതാണ് ഇന്ത്യയിലെ മുഴുവൻ മനസ്സും ആഗ്രഹിച്ചിരുന്നതും ഇന്ത്യ കൊണ്ടു നടന്നിരുന്നത്. അത് അന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരവും നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1986 കേരളത്തിൽ നിന്നുള്ള 3 കുട്ടികളുടെ കേസ് നമുക്കറിയാം. യഹോവ സാക്ഷികളായ 3 കുട്ടികൾ സ്കൂളിൽ എഴുന്നേറ്റ് നിന്ന് ജനഗണമന ചൊല്ലാതിരുന്നപ്പോൾ അവർക്കെതിരെ ഉണ്ടായ കേസ്, അത് അന്ന് സുപ്രീം കോടതിയിൽ പോയി അന്നത്തെ ജസ്റ്റിസ് ആയ ചിന്നപ്പറടിയിൽ നിന്ന് വന്ന ഒരു വിധിയുണ്ട്. ആ വിധിയിൽ 2 ആർട്ടിക്കിൾ പറഞ്ഞത്, ഒന്ന് ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1 ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച്, രണ്ടാമത്തത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 ആണ്. ഇത് രണ്ടും ഉപയോഗിച്ച് അവര് അതിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നെങ്കിലും അത് പാടാൻ അവരെ നിർബന്ധിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം എന്നുള്ളതാണ്. അത് അങ്ങനെ ആണ് ഇന്ത്യന്റെ മനസ്സ്. കാരണം ഇന്ത്യയുടെ ജുഡീഷ്യറിയും അങ്ങനെയാണ്, ഇന്ത്യന്റെ പൊതു മതേതര മനസ്സും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇപ്പോ സമകാലികമായി കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മൾ കാണുന്ന രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ട് ആക്രമിക്കുന്ന ഇത്തരം ചില നിലപാടുകൾ ഭരണപക്ഷത്തിന്റെ അധികാരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സത്യത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധയോ എന്നൊക്കെ അതിന്റെ രണ്ടാമത്തെ പാട്ടാണ്. ഒരു വരി പോലും ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സംശയിക്കുന്നത് എന്താണ്? മഞ്ജുഷല്ലേ ഇപ്പൊ പാടിയത്? മഞ്ജുഷ മറന്നോ? അവം ഹി ദുർഗ ദാസ പരാഹന പ്രഹരണധാരിണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുർഗ, അവിടെ 3 ദേവതകൾ അതിന്റെ അവസാനത്തെ ആ 2 ചരണങ്ങളിൽ പറയുന്നത്. ഒന്ന് ദുർഗ പറയുന്നത്, ദുർഗ
ആ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പറയുന്നുണ്ട്. അപ്പൊ ഈ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം ഇവരെ ഒന്ന് പിന്നെ സമ്പത്തിന്റെ സമൃദ്ധിയുടെ ദേവതയാണ്, ഒന്ന് അധികാരത്തിന്റെ പോരാട്ടത്തിന്റെ ദേവതയാണ്, സരസ്വതി വിജ്ഞാനത്തിന്റെ ദേവതയാണ്. ഇതൊക്കെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവർക്ക് വന്ദേ മാതരം എന്ന് അവരെ വന്ദിക്കുന്ന വരികൾ കൃത്യമായി ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മതേതര രംഗത്തേക്ക് ഇത്തരം ഒരു പിന്നെ ഒരു പ്രാർത്ഥന, ഇതിനൊരു പ്രാർത്ഥന എന്ന് പറയാം. മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെ, പക്ഷെ എങ്ങനെയാണ് മഞ്ജുഷ് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ ദൈവത്തെ വിളിക്കാൻ പറ്റും? പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മുസ്ലിങ്ങളുടെ പള്ളികളുടെ മുമ്പിൽ നിങ്ങളൊരു ഫോട്ടോയോ വിഗ്രഹമോ കാണൂല. മുസ്ലിങ്ങളുടെ പള്ളിയുടെ അകത്ത് കയറിയാൽ നിങ്ങളൊരു വിഗ്രഹ ഫോട്ടോ കാണൂല. ആ മുസ്ലിങ്ങൾ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് നബിയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. മുഹമ്മദ് നബിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളാരും പ്രാർത്ഥിക്കില്ല. അങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ഭൂമിദേവതയെ വിളിച്ചിട്ട് ദുർഗയെ ഞങ്ങൾ നമിക്കുന്നു, സരസ്വതിയെ ഞങ്ങൾ നമിക്കുന്നു, ലക്ഷ്മിയെ ഞങ്ങൾ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതത്തിനെതിരാണ്. അത് ഈ പ്രോട്ടോകോൾ ഉണ്ടാകാൻ പാടില്ല എന്നാണല്ലേ ഇപ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. മറ്റുള്ളവർ പാടുന്നതിൽ കുഴപ്പമില്ല അല്ല, അങ്ങനെയല്ലേ? ഇല്ല, അത് താല്പര്യമുള്ളവർ പാടിക്കോട്ടെ. ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അവരുടെ മതവിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജുഡീഷ്യറി പരിഗണിക്കണം, അത് ഇന്ത്യന്റെ പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ പരിഗണിക്കണം. അത് പരിഗണിക്കുന്ന ഒരു മനസ്സാകണം ഇന്ത്യയുടെ. മുഹമ്മദ് ആമിർ ചുട്ട മറുപടി കൊടുക്കുമ്പോ ഇഞ്ചി കടിച്ച മുഖത്തോടുകൂടി നമ്മളെ പണിക്കർ ആടെ ഇരുന്ന് മെഴുകുന്നതായിട്ടില്ലേ? എപ്പോഴും ഈ പണിക്കർ പറഞ്ഞ പച്ചക്കള്ളം എല്ലാരും വിശ്വസിക്കുന്ന ഇയാൾ വിചാരിച്ചത്. ഇയാൾ പറഞ്ഞത് ഇയാളുടെ സംഖ്യകൾ വേണമെങ്കിൽ വിശ്വസിക്കായിരിക്കും, പക്ഷെ ബോധം വീറുള്ള വേറെ ആരും ഇയാൾ പറഞ്ഞത് വിശ്വസിക്കൂല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് ഇതിലുള്ള കുറച്ച് അജണ്ടകൾ മാധ്യമപ്രവർത്തന CP സത്യം പറഞ്ഞത് കൂടി കേട്ടിട്ട് വന്നല്ലോ. പക്ഷേ ഈ ബംഗാൾ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം, അവിടെ ഒരു വിഭജനം ലക്ഷ്യമിട്ടിട്ടുണ്ട്, ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു പോക്കാണിത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെയല്ലേ ഇതിന്റെ പിന്നിൽ ഈ സമയത്ത് വന്ദേ മാതരത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സർക്കുലർ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നതിലൂടെ കാണാനാകുന്നത്? മഞ്ജുഷ, അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുതരം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പാണ്. അതായത് അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇലക്ഷൻ പ്രമാണിച്ചുള്ള കുത്തിത്തിരിപ്പാകാം, അതല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള കുത്തിത്തിരിപ്പാകാം. കാരണം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നാഷണൽ ആന്തം, അതായത് ദേശീയ ഗാനം ഇന്ത്യക്കുണ്ട്, നാഷണൽ സോങ് ആണ്, ദേശീയ ഗീതം. ഇത് നിർബന്ധമില്ല, ഒരു പ്രോട്ടോകോളിന്റെ പരിരക്ഷണയില്ല. അപ്പൊ ഇത് പ്രോട്ടോകോളിന്റെ പരിരക്ഷണയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രോട്ടോകോളിന്റെ ഭാഗമാക്കുന്നത് കൃത്യമായ ഒരു വിഭാഗീയത ലക്ഷ്യമിട്ട് തന്നെയാണ്. അപ്പൊ എന്തിനാണ് ഈ വിഭാഗീയത ഈ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ തന്നെ ബംഗാൾ ഇലക്ഷൻ വരുന്നുണ്ട്, കേരള ഇലക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അസ്സാമിൽ ഇലക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 4 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഒരു വിഭാഗീയത, ഒരു ധ്രുവീകരണം, വർഗീയ ധ്രുവീകരണം നടപ്പാക്കുക, അതുകൊണ്ട് കഴിയുന്നത്ര നേട്ടം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇപ്പൊ ഈ വിവാദത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പാർലമെന്റിൽ അടുത്ത കാലത്തായിട്ട് കേന്ദ്ര സർക്കാരിന് എന്താ പറയുക രൂക്ഷമായ ചില എതിർപ്പുകൾ പ്രതിപക്ഷത്ത് നേരിടേണ്ടി വന്നു. ഒരുപക്ഷെ ഏതാണ്ട് 20-21 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്ക് മറുപടി പ്രസംഗം പാർലമെന്റിൽ പറയാൻ പറ്റാത്ത അവസ്ഥ സംജാതമായി. കാരണം മേജർ ജനറൽ നരവനെയുടെ പുസ്തകവും കരസേനാ മേധാവി നരവനെയുടെ പുസ്തകവും അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ മൂലം അത് ഒരു ഇന്ത്യ-US ഡീൽ, ട്രേഡ് ഡീലിനകത്ത് മുഖം നഷ്ടപ്പെട്ടു പോയ മോദി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ, രാഷ്ട്രീയ ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ മാറ്റിവിടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. കാരണം കേരളത്തിലടക്കം ഈവൻ അസമിൽ പോലും അതിശക്തമായ വിഭാഗീയത അല്ലെങ്കിൽ മതവിഭാഗീയത അതിശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് വളരെ കോഷ്യസ് അല്ലാതെ എന്ത് പ്രയോഗം നടത്തിയാലും അത് രാഷ്ട്രീയപരമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം BJPയുടെ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രൊപഗാണ്ട ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏത് തരത്തിലും വളച്ചൊടിച്ച് മറ്റൊന്നാക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം BJP ഇതിൽ നടത്തുന്ന അജണ്ട ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മോദിജിയുടെ പേരിൽ ഒരു ഫയൽ വന്നിട്ടുണ്ടല്ല, എപ്സ്റ്റീൻ ഫയൽ, ആ വിവരം മുക്കണം. പിന്നെ നമ്മുടെ കരസേനാ മേധാവി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടല്ല, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ, അതും ഇവർക്ക് മുക്കണം. ആ 2 കാര്യങ്ങളും ഇന്ത്യക്കാരുടെ മനസ്സിന്ന് മെല്ലെ ഡൈവേർട്ട് ചെയ്യൽ മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് രാജ്യസ്നേഹം എന്താണെന്ന് അറിയാത്ത വന്ദേ മാതരത്തെയും ജനഗണമനയും ഒരിക്കലും അംഗീകരിക്കാത്ത സംഖ്യകൾ ഇപ്പൊ അതിനു വേണ്ടി ഇത്രമാത്രം വർത്താനം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും സംഖ്യകൾ പറഞ്ഞത് അത് പാടുന്നവർ മാത്രമാണ് രാജ്യസ്നേഹികളെന്നാണ്. ഈ പണിക്കരുടെയും ബാക്കി സംഖ്യയുടെ കയ്യിൽ നിന്ന് വേണല്ലോ നമുക്കൊക്കെ രാജ്യസ്നേഹത്തിന്റെ പട്ടം കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് പോയാ പണിക്കറെ. അതുകൊണ്ട് പണിക്കറെ സംഖ്യകളെക്കാളും വലിയ സംഖ്യയാകാൻ നിൽക്കാൻ പാടില്ല. സംഖ്യകൾ എന്താണ് തരുന്നത് അതിന് മാത്രം പണിയെടുക്കുക, അല്ലാണ്ട് അതിൽ കൂടുതൽ പണിയെടുക്കുന്നെങ്കിൽ ഇതുപോലെ ഇരുന്ന് മെഴുകേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആരുടെ മേലും നിർബന്ധമായി അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഇഷ്ടമുള്ളവർ പാട്ടെ, അത് പാടാൻ കഴിയാത്തവര് അത് കേൾക്കട്ടെ. അത് കേൾക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ആരും ഒരു മുസ്ലിമും എവിടെയും പറഞ്ഞിട്ടില്ല. അത് പാടാൻ നിർബന്ധിക്കരുതെന്ന് മാത്രമേ അവർ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് പാടുന്നവരാണ് രാജ്യസ്നേഹികൾ എന്ന ഡയലോഗ് ഉണ്ടല്ല, ആ ഡയലോഗ് എന്റെ പണിക്കറിനെ അടിക്കല്ല കേട്ടാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ എവിടെയും കാണാത്ത സംഖ്യകൾ ഇപ്പം ഭയങ്കരമായ രാജ്യസ്നേഹമായിട്ട് വരുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ചർച്ചയിൽ ഇരുന്ന് മേടിക്കുക ചാണക പണിക്കർക്കും മുഹമ്മദ് ആമീറിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.